Hi friends, welcome to Prabjit. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ സ്മാർട്ട് വാച്ചിനെയാണ് പരിചയപ്പെടുത്തുന്നത്. 10,000 30,000 ഒക്കെ റേഞ്ചിൽ നമുക്ക് ഒരുപാട് സ്മാർട്ട് വാച്ചുകൾ. Xiaomi ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ തരുന്ന ബ്രാൻഡാണ്. അവർ പോലും 10,000 രൂപയ്ക്കാണ് സ്മാർട്ട് വാച്ച് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന Amazfit BP Lite എന്ന് പറയുന്ന ഈ വാച്ചിന് 3,900 രൂപ മാത്രമേ വിലയുള്ളൂ. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാച്ച് എങ്ങനെയുണ്ട്? ഒരു നല്ല വാച്ചാണോ, നിങ്ങൾക്ക് പറ്റിയതാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലേക്ക്. Amazfit BB Lite അല്ലെങ്കിൽ BIP Lite അങ്ങനെ പറയാം ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ബോക്സിനകത്ത് നമുക്ക് വരുന്നത് വാച്ചും ചാർജിങ് ഡോഗിലും കുറച്ച് ഡോക്യുമെൻറ്റേഷനുമാണ്. അപ്പോൾ വാച്ചും ചാർജിങ് ഡോക്ക് ഈ ഒരു സംഗതിയിൽ നമുക്ക് ചെറുതായിട്ട് ഈ ഒരു വാച്ചിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കത് നൈസായിട്ട് ചാർജ് ചെയ്തെടുക്കാം. 2 മണിക്കൂർ കൂടുതൽ ചാർജിങ് ടൈം ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ചാർജിങ് ഡോക്കാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഇത് മാറ്റി വെച്ചാൽ നമുക്ക് വാച്ചിലേക്ക് വരാം. ഇതാണ് Amazfit BIP Lite എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 3,900 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു വാച്ചിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡിസൈനും ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ബ്ലാക്ക് വേരിയൻ്റിൻ്റെ കളറുകൾ നിങ്ങൾക്ക് ഇവിടെ ഓൺ സ്ക്രീൻ ഇപ്പോൾ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. എന്തായാലും നമുക്കിപ്പോൾ കണ്ടുവരുന്ന പല പ്രമുഖ ബ്രാൻഡിൻ്റെയും വാച്ചുകൾ പോലെ തന്നെ ഒരു ഡിസൈനൊക്കെയാണ് ഇതിനും വരുന്നത്. സോ ഒരു നല്ല ഡിസൈനുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി നോക്കിയാൽ പോളി കാർബണേറ്റ് ആണ്, നല്ല സ്ട്രോങ് ആയ ഡിസൈനാണ്. സ്ട്രാപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്ലെക്സിബിളായ റബ്ബർ സ്ട്രാപ്പ് തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ബാൻഡുകളൊക്കെ കണ്ടുവരുന്ന ഒരു സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. ഗ്ലാസ് ആണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് ആണ്. ഗൊറില്ല ഗ്ലാസ് 3 ആണ്. 1.28 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അമോലെഡ് ഡിസ്പ്ലേ അല്ല, പക്ഷേ TFT ഡിസ്പ്ലേ ആണ്. എങ്കിലും ഓൾവേസ് ഓൺ ഫീച്ചർ ഉണ്ട്. ഫുൾ ലൈറ്റ് ബ്രൈറ്റ്നസ്സിലല്ല, ഒരു ഡിം ലൈറ്റിൽ ഇങ്ങനെ ഓണായി കിടക്കും. നമുക്ക് കൂടുതൽ ബ്രൈറ്റ്നസ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ പ്രസ് ചെയ്താൽ ഫുൾ ബ്രൈറ്റ്നസ്സിലേക്ക് മാറും. അങ്ങനെ മാറുമ്പോൾ നല്ല സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ നല്ല ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയ നല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നു. നല്ല ഡിസൈനും. ഒപ്പം തന്നെ ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനമൊക്കെ ഇതിനകത്തുണ്ട്. വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളൊന്നും ഇതിൽ നടത്തണ്ട. വെള്ളത്തിൽ നിന്ന് മാറ്റി തന്നെ പിടിച്ചോളൂ. ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് വേണ്ട, വെള്ളത്തിലേക്കൊന്നും ഇമേഴ്സ് ചെയ്ത് ഉപയോഗിക്കാൻ നിൽക്കണ്ട. അപ്പോൾ നല്ലൊരു ഡിസൈനും ബിൽറ്റ് ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. 32 ഗ്രാം മാത്രമാണ് ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു വാച്ച്. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇത്രയും നല്ല ക്വാളിറ്റിയിലും ഡിസ്പ്ലേയിലും ഓൾവേസ് ഓൺ ഫീച്ചറൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു വാച്ച് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 200 mAh ബാറ്ററിയാണ്. ഈ ബാറ്ററി നമുക്ക് 2 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ ഏകദേശം കൊണ്ട് ഇത് ചാർജ് ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് പറയുന്നത്. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുക, ഹെയർ റേറ്റ് സെൻസർ, അങ്ങനെ എല്ലാം കൂടി ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു ബാറ്ററി ലൈഫ് ഒന്നും കിട്ടില്ല. ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുള്ളൂ. പക്ഷേ നമ്മളത് ഒരു മിനിമം ലെവലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഹെയർ റേറ്റ് സെൻസറൊക്കെ എപ്പോഴും യൂസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം വെച്ചുകൊണ്ട് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ വളരെ മിനിമലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗംഭീര ബാറ്ററി ലൈഫ് ഈ ഒരു വാച്ച് തരും. ഇപ്പം ഞാനാണെങ്കിൽ ഹെയർ റേറ്റ് അങ്ങനെ നോക്കാറില്ല. വളരെ റയറായിട്ട് ആക്ടിവിറ്റീസൊക്കെ യൂസ് ചെയ്യും. മെയിനായിട്ടും കോളുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനും ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ, ടൈം, വെതർ, അങ്ങനെ അലാറം, റിമൈൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ഫോണിനുള്ള നോട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് മിനിമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ, പ്രധാനമായിട്ടും ഹെയർ റേറ്റ് സെൻസർ പോലുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു 46% ബാറ്ററി ഉള്ളപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ 41% ബാറ്ററി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസം 1% അല്ലെങ്കിൽ കൂടിയാൽ 2% ബാറ്ററി മാത്രമാണ് നമുക്ക് ചിലവാകുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം 1% അല്ലെങ്കിൽ 2% ബാറ്ററി മാത്രമാണ് ഡ്രെയിൻ ആവുന്നത്. എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു തവണ ചാർജ് ചെയ്താൽ തന്നെ, ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു തവണ ചാർജ് ചെയ്താൽ ഒരു മാസം വരെ സുഖമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല കിടിലൻ ബാറ്ററി ലൈഫുള്ള ഒരു വാച്ചാണ്. അപ്പോൾ വില കുറവുമാണ്. ഗുണമാണെങ്കിൽ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം നല്ല പവർഫുള്ളായ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു വാച്ചും കൂടിയാണ്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ തംസപ്പാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസും അതേപോലെ ഹെയർ റേറ്റ് സെൻസറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയൊരു ബാറ്ററി ലൈഫ് അല്ല. നോർമലി നമുക്കൊരു 6-7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം വരെയൊക്കെയാണ് മാക്സിമം കിട്ടാൻ വഴിയുള്ളൂ. ഇനി ഇതിനകത്തുള്ള സെൻസറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹെയർ റേറ്റ് സെൻസർ ഉണ്ട്. ഇതിൻ്റെ റിയർ സൈഡിൽ നിന്ന് കാണാവുന്ന പോലെ ഹെയർ റേറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 3 ആക്സിസ് ആക്സലറേഷൻ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഹെയർ റേറ്റ് മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റണ്ണിങ്, ഔട്ട്ഡോർ റണ്ണിങ്, ഇൻഡോർ റണ്ണിങ്, വാക്കിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നതും ഇത്തരം സംവിധാനങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത്തരം ഫീച്ചറുകൾ, സ്പോർട്സിൻ്റെതായ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെതായ ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. സ്ലീപ്പ് മോണിറ്ററിങ്ങും കൃത്യമായിട്ട് ഇതിൽ നടക്കുന്നുണ്ട്. ഏറെക്കുറെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സ്ലീപ്പ് ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് കാണിച്ചു തരും.
ഹിസ്റ്ററി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ സ്ലീപ്പ് വേണമെങ്കിൽ നമുക്ക് ആ നിലവാരം കാര്യങ്ങളൊക്കെ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഹിസ്റ്ററി നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഹെൽത്ത് പരമായ കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും വളരെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റെപ്പ് റണ്ണിങ് വാക്കിംഗ് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്റ്റെപ്പ് കൗണ്ട് കൃത്യമല്ല പല വാച്ചുകളിലും പല ബാൻഡുകളിലും എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ഈ ഒരു മിഡ് റേഞ്ചിൽ പൊതുവെ അത്ര ആക്യുറേറ്റ് ആയ ഒരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊന്നും കാണിക്കുന്ന ആ ബാൻഡുകളും വാച്ചുകളും ഇപ്പോൾ ഏത് എടുത്താലും നമുക്ക് കൃത്യമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു ആവറേജ് ഒക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എടുക്കരുത്. ഒരു ആവറേജ് നമുക്കൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരു യൂസേജ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഈ അടുത്തിറങ്ങിയിട്ടുള്ള എല്ലാ ബാൻഡുകളിലും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ്. ഇതിനകത്ത് ഇൻബിൽഡ് GPS വരുന്നില്ല, പകരം നമുക്ക് ഫോണിലെ GPS ആയിരിക്കും. അപ്പോൾ അത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ GPS വഴിയായിരിക്കും ഇതൊക്കെ ട്രാക്ക് ചെയ്യപ്പെടുന്നത്. ഇനി അത് മാത്രമല്ലാതെ നമുക്ക് മറ്റ് പല നോട്ടിഫിക്കേഷനുകളും ചെയ്യുന്നത്, അതായത് നോട്ടിഫിക്കേഷൻ ഫോണിൽ വരുന്ന കോളിൻ്റെ നോട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ മെസ്സേജുകൾ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെ എന്തെന്നുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് അതിലുള്ള ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ വാച്ചിൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. അതായത് കോൾ വരുമ്പോൾ നമുക്ക് ഡിക്ലൈൻ ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ടാക്കാം, അതിനുള്ള ഓപ്ഷൻ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ മെസ്സേജുകൾ വരുമ്പോൾ വായിക്കാം. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വായിക്കാം. കോൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ കോൾ ആണെങ്കിൽ വീഡിയോ കോൾ എന്ന രീതിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും ഫോണിൽ നമുക്ക് ഈ ഒരു വാച്ചിൽ കൃത്യമായിട്ട് കിട്ടും. ബ്ലൂടൂത്ത് 4.1 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആവും. പക്ഷേ റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പക്ഷേ ഇതിൻ്റെ വില 3900 ഉള്ളൂ. ആ ഫീച്ചേഴ്സൊക്കെ ഉള്ള വാച്ചുകൾക്ക് 10000-ന് മുകളിലാണ് വില. കുറച്ച് ഫീച്ചേഴ്സ് കുറച്ചുകൊണ്ട് തന്നെയാണ് ഈ വിലയും കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുറഞ്ഞ വിലയിൽ ഈ തരത്തിലുള്ള ഡിസൈനിൽ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ലൈറ്റ് വെയിറ്റ് ആയ നല്ല ഡിസൈനുള്ള ഒരു വാച്ച് നമുക്ക് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 4.1 ആണ്. ആൻഡ്രോയിഡ് 4.4 എബോ, അതേപോലെ iOS 9 ആൻഡ് എബോ ഇത് സപ്പോർട്ട് ചെയ്യും. Mi Fit ആപ്പ് അല്ലെങ്കിൽ Amazfit ആപ്പ് വെച്ചുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിതിൻ്റെ ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ, സ്ലീപ്പ് ഡാറ്റ, അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഡാറ്റ എല്ലാം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വഴി ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുമായിട്ട് Mi Fit ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ Amazfit ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ രീതിയിലാണ് കണക്ടിവിറ്റി സംവിധാനങ്ങൾ. മൊത്തത്തിൽ നോക്കിയാൽ നല്ല ഡിസ്പ്ലേയും ഡിസൈനും നല്ല ബാറ്ററി ലൈഫും ഹെൽത്ത് ഫീച്ചേഴ്സും അതേപോലെ തന്നെ നമ്മുടെ നോർമലായിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാ തരം ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന നല്ല ഡിസൈനിലുള്ള നല്ലൊരു സ്മാർട്ട് വാച്ചാണ് നമ്മുടെ Amazfitൻ്റെ BP Lite എന്ന് പറയുന്ന ഈ വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ആ ലിങ്ക് ബാങ്കുഡിൻ്റെ ലിങ്കാണ്. ബാങ്കുഡിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നിരിക്കുന്നത്. 3900 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. റിവ്യൂസൊക്കെ വീണ്ടും പരിശോധിച്ചതിന് ശേഷം ഉറപ്പാക്കിയിട്ട് ധൈര്യമായിട്ട് ആ ലിങ്ക് വഴി പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.